ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4ൽ നമുക്ക് വരുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് റിലീസ്, അതാണ് ഒരു ടോപ്പിക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം സ്വിച്ച് ഗിയർ, ഓക്കെ, നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം. പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റേറ്റിംഗ്, ഏതൊക്കെ റേഞ്ചസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്, പിന്നെ കുറച്ചെണ്ണം SF6 എന്ന് പറയുന്നതും വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നതും, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ജിസ് പ്രൊട്ടക്റ്റീവ് റിലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് ടിപ്പിക്കൽ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ, കുറേ റിലേസ് ആണ് നമ്മൾ ഇതിൽ മോസ്റ്റ്ലി പഠിക്കുന്നത്. പിന്നെ സ്റ്റാറ്റിക് മൈക്രോപ്രൊസസർ ആൻഡ് ന്യൂമറിക് ടൈപ്സ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓവർ കറണ്ട് വന്നാൽ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു, ഡയറക്ഷണൽ പ്രൊട്ടക്ഷണൽ ഡിവൈസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ എങ്ങനെ ഉപയോഗിക്കാം, ഡിഫറൻഷ്യൽ പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ ടൈപ്സ് ഓഫ് പ്രൊട്ടക്ഷൻ സ്കീംസ്, കുറേ കാര്യങ്ങൾ സ്കീമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കോസ് ഓഫ് ഓവർ വോൾട്ടേജസ് എങ്ങനെ വരുന്നു, പിന്നെ ഇൻസുലേഷൻ കോർഡിനേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരു ഫൈബർ ഒപ്റ്റിക്സും, പിന്നെ PLCCയും, പിന്നെ ഒരു IEC 61850 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫിഗറേഷനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 4. അപ്പോൾ ഇത് നമുക്ക് പറയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് പവർ പ്ലാന്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് നമ്മുടെ വീട്ടിലെത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പാത്തുകളുണ്ട്. ഇതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഫീഡറിൽ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓവർ വോൾട്ടേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടൊരു 230 വോൾട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസസ് എല്ലാം ഡാമേജ് ആവും. ഓക്കെ, അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവർ വോൾട്ടേജ് വന്നാലും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതും, അതേപോലെ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് ഡിവൈസുകൾ നമുക്ക് പഠിക്കണം. സോ വാട്ട് ഈസ് മീൻ ബൈ പ്രൊട്ടക്ഷൻ? ഓക്കെ, പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ്സ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഇപ്പോൾ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇത് VS ഉണ്ട്. ഇതാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിക്വയർഡ് എമൗണ്ട് ഓഫ് വോൾട്ടേജ് VSൽ നിന്നും ലോഡിലേക്ക് 230 വോൾട്ട് ഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് വിൽ വർക്ക് സ്മൂത്ത്ലി, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിൻ്റെ വോൾട്ട് ഒരു 260, 280 അല്ലെങ്കിൽ 290ലേക്ക് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ അപ്ലയൻസസ് ഡാമേജ് ആവും. ഓക്കെ, അങ്ങനെ ഡാമേജ് വരുന്നതിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. ഇപ്പോൾ ഈ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ TV ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റെബിലൈസർ വയ്ക്കാറുണ്ട്. ഇത് സ്റ്റെബിലൈസർ TV. സോ വരുന്ന ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വോൾട്ടേജസിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ TVക്ക് അല്ലെങ്കിൽ അപ്ലയൻസസിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റെബിലൈസർ എന്നൊക്കെ പറയുന്ന പോലെ സംഭവം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പവർ പ്ലാന്റിൽ നിന്ന് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും നമുക്കിവിടെ ലോഡിലേക്ക് എത്തുന്നവിടെ ഒരുപാട് സ്ഥലം, ഒരുപാട് ഏരിയയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ ആദ്യം പറയുന്നത് നീഡ്സ് ഓഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞതിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ അപ്ലിക്കേഷൻസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ, അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു
അതൊരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ഓക്കെ, കളർ മാറില്ല. അപ്പോൾ ഇവിടെ സി ബി എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്, സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു സിസ്റ്റത്തിനെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ പർപ്പസ് എന്താന്ന് വിചാരിക്കും. ഓക്കെ, എന്താ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ജനറേറ്റർ ഫസ്റ്റ് അല്ലെങ്കിൽ എ എന്നുള്ള ജനറേറ്ററിൽ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ശേഷമുള്ള ഈ ഡിവൈസസിനെ കംപ്ലീറ്റ് ഇത് എഫക്റ്റ് ചെയ്യും. സോ ഈ ജനറേറ്ററിൽ വല്ല ഫാൾട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സർക്യൂട്ട് ബ്രേക്കർ 1 ആക്ട് ആയി കഴിഞ്ഞാൽ ഇതിന് ശേഷം ഉള്ള കംപ്ലീറ്റ് അപ്ലയൻസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രം എനി ഫോൾട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സർക്യൂട്ട് ബ്രേക്കർ ആണെന്ന് വിചാരിക്കാം. ഈ ഒരു ലൈനാണ് സർക്യൂട്ട് ബ്രേക്കർ 2-നുള്ളത്. അപ്പോൾ ഇവിടുന്ന് സർക്യൂട്ട് ബ്രേക്കറിൽ ഇൻകമിങ് വരുന്നുണ്ട്, ഇവിടുന്ന് സർക്യൂട്ട് ബ്രേക്കറിന് ഔട്ട് ഗോയിങ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സർക്യൂട്ട് ബ്രേക്കർ ആക്റ്റായിട്ട് ഇതിന് ശേഷമുള്ള അപ്ലയൻസസിനെ സേവ് ചെയ്യുന്നു. അപ്പോൾ മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പർപ്പസ് ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് ബേസിക് എക്സാമ്പിൾ പറയുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ്. ഓക്കെ, ഫ്യൂസ് എന്താണെന്ന് പറയുന്നത് നമുക്ക് ഓവർ വോൾട്ടേജ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിൽ വല്ല ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ ഓവർ കറണ്ട് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫ്യൂസിനകത്ത് ഉണ്ടാകുന്ന ഫ്യൂസ് വയർ ഹീറ്റിംഗ് എഫക്റ്റ് കാരണം മെൽറ്റായി പോകുന്നു. ഓക്കെ, മെൽറ്റായി പോകുന്നു. അങ്ങനെ ഹീറ്റിംഗ് എഫക്റ്റ് കാരണം മെൽറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് വരുന്ന ഇൻകമിങ്ങും ഇതാണ് ഔട്ട് ഗോയിങ് എന്ന് വിചാരിക്കാം. ഈ ഫ്യൂസ് ഇവിടെ നിന്ന് ബേൺ ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സർക്യൂട്ട് സേവ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ടിലാണ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടാണ് ആ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് റേഞ്ചസ് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സബ്സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട്. സബ്സ്റ്റേഷനിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു എൻട്രി പോയിന്റും ഇതൊരു എക്സിറ്റ് പോയിന്റും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എക്സിറ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്ലൈ ഇതിനകത്തേക്ക് കയറി ഇതിനകത്ത് കുറേ ഫീഡേഴ്സ് ഉണ്ടാവും, ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഫീഡേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ കാണിക്കുന്ന കുറച്ച് സർജ് അറസ്റ്റർ, അതായത് ലൈറ്റ്നിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്റ്റേഷനെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സർജ് അറസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ CT ഉണ്ട്, നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഉദാഹരണം T കൂടെ ലൈൻ വരുന്നുണ്ട്, ഇതിലൊരു ലൈൻ വരുന്നുണ്ട്, ഇതിൽ 3 ലൈൻ വരുന്നുണ്ട് വിചാരിച്ചു, 1 2 3. ഇതിലെല്ലാം ഞാൻ ഇവിടെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ ലൈൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ ABC, ഇതിനെ സർക്യൂട്ട് ബ്രേക്കർ 1 എന്നും ഇതിനെ സർക്യൂട്ട് ബ്രേക്കർ 3 എന്നും ഇതിന് നടുവിലുള്ള സർക്യൂട്ട് ബ്രേക്കർ 2 എന്നും ഞാൻ പേര് കൊടുക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് A ലൈനിൽ വല്ല ഫാൾട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വർക്ക് വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ സർക്യൂട്ട് ബ്രേക്കർ 1-നെ എനിക്ക് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സർക്യൂട്ട് മാത്രം ഓഫായി എനിക്ക് ബിയും സിയും കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ മാനുവലി നമുക്ക് വല്ല വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ സർക്യൂട്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ക്ലോസ് അല്ല ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഒരു നമ്മൾ നൈറ്റ് ഒരു 12:30-ക്കൊക്കെ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ ആ സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുന്നുണ്ടോ, നമുക്ക് സർക്യൂട്ട് ട്രിപ്പ് ആക്കണോ എന്ന് നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്കാണ്. ഓക്കെ, അതായത് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഒരു 1 ആംപിയറിന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ 1 ആംപിയറിന് മേലെ ആ സർക്യൂട്ടിൽ പോവുകയാണെങ്കിൽ ആ സർക്യൂട്ട് ട്രിപ്പ് ആവണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആക്ച്വലി 1 ആംപിയറിന് എബവ്
ഒരു ടോളറൻസ് വാല്യൂം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂവിന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടിനെ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, ആ സർക്യൂട്ട് ഫാൾട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ആക്ച്വലി അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്. ഓക്കെ, we have to protect system from harm during the fault condition. Fault condition നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ സേവ് ചെയ്യണം. ഈ പവർ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ജനറേഷൻ സൈഡ് മുതൽ ലോഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലയൻസസ് വരെയാണ് ഇതിൻ്റെ പവർ സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഫ്രം ജനറേഷൻ ടു ലോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ടു എൻഷുർ ദ മാക്സിമം കണ്ടിന്യൂറ്റി ഇൻ ദി സപ്ലൈ ഓഫ് പവർ. ഇവിടെ ഫാൾട്ട് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടേയിരുന്നു എന്ന് വിചാരിക്കുക, നമുക്ക് സപ്ലൈ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല, നമുക്ക് എപ്പോഴും ഫോൾട്ട് ആയിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ നീഡ്. പിന്നെ ടു പ്രൊവൈഡ് എക്യുപ്മെന്റ് സച്ച് ആസ് സ്വിച്ച് ഗിയർ, ഓൺ ഓഫ് to on and off generator, transmission line, distributors under normal and abnormal condition. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം എക്യുപ്മെന്റ്സിന്റെ സ്വിച്ച് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഐസൊലേറ്റേഴ്സ് തുടങ്ങിയ എല്ലാ സാധനത്തിനെയും നമ്മൾ എന്താണെന്ന് പറയാം, സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ അത് നോർമൽ കണ്ടീഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ജനറേറ്ററിന്റെ ഫാൾട്ട് കാരണം കൊണ്ട് അതിന്റെ സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഫെയിലിയർ ആവാതിരിക്കാൻ ജനറേറ്ററിന്റെ ഔട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്വിച്ച് ഗീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ട്രാൻസ്മിഷൻ ലൈൻസ് തുടങ്ങിയ എല്ലാ നോർമലും അബ്നോർമൽ കാര്യങ്ങളിലും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. മാച്ചുകളായിരുന്നു പിന്നെ ഡ്യൂറിങ് ദി ഫോൾട്ട് കണ്ടീഷൻ. അല്ലെങ്കിൽ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട്, വാട്ട് ഈസ് മീൻ ബൈ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വി ഹാവ് 1 ആംപിയർ ഓഫ് റെഫറൻസ് വാല്യൂ ഓർ സെറ്റ് വാല്യൂ, പ്രീസെറ്റ് വാല്യൂ എന്ന് വിചാരിക്കുക. ഈ 1 ആംപിയർ ആണ് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ആകുന്ന നോർമൽ വാല്യൂ എന്നുണ്ടെങ്കിൽ അതിന് മേലെ 1.5 അല്ലെങ്കിൽ 2 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ആ പ്രിസ്ക്രിപ്റ്റഡ് വാല്യൂന് എബോവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സർക്യൂട്ടിന് ഫോൾട്ട് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ പ്രിസ്ക്രൈബ്ഡ് വാല്യൂന് എബോവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾട്ട് കണ്ടീഷൻ. ഈ ഫോൾട്ട് എന്ത് കാരണം കൊണ്ട് വേണമെങ്കിലും ആവാം, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഡ്യൂറിങ് എനി ഫോൾട്ട് ഹെവി ഫോൾട്ട് കറന്റ് ഫ്ലോ ത്രൂ ദി എക്യുപ്മെന്റ് വിൽ ഡാമേജ് ദി എൻറ്റയർ സിസ്റ്റം. അപ്പോൾ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യാനും അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂനെ എബോവ് പോയി കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം കൊളാപ്സ് ആവും. അങ്ങനെ കൊളാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴാണോ ഫോൾട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ടൈമിൽ ഇവിടെ ഇരിക്കണം. അറ്റ് ദിസ് ടൈം ദ സ്വിച്ച് ഗിയർ വിൽ ഡിറ്റക്ട് ദി ഫോൾട്ട്, ഡിസ്കണക്ട് ദി അൺഹെൽത്തി സെഷൻസ് ഫ്രം ദി സിസ്റ്റം. ഈ അൺഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾട്ട് നടന്ന ഏരിയനെയാണ് നമ്മൾ ഈ അൺഹെൽത്തി എന്ന് പറയുന്നത്. അപ്പോൾ അൺഹെൽത്തി ഏരിയയിൽ നിന്നും ബാക്കിയുള്ള സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും ആണ് ഈ പവർ സിസ്റ്റം പ്രൊട്ടക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ ഞാൻ അപ്പോഴേ വരച്ച എക്സാമ്പിൾ ഒന്നും കൂടെ വരയ്ക്കുന്നു. ABC 3 സെഷനാണുള്ളത്. ചിലപ്പോൾ ഇതാണ് ഫോൾട്ട് നടന്നതെന്നുണ്ടെങ്കിൽ ബിയും സിയും ലൈവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു, എയിൽ മാത്രമേ ഫോൾട്ട് ഉണ്ടെങ്കിൽ ബി സിനെ അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തിനാണോ ഫോൾട്ട് ഉള്ളത് അതിനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും നമുക്ക് ഏത് ഉപയോഗിക്കുന്നു, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നു. അതാണ് പറഞ്ഞത്, സർക്യൂട്ട് ബ്രേക്കർ ഐസൊലേറ്റ് ദി ഫോൾട്ടി സെഷൻ ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി സിസ്റ്റം that automatically open during the fault condition due to the trip signal which comes from the protective relay. ഈ ട്രിപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഇത് ഫോൾട്ട് വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെക്കാനിക്കലി ഓപ്പൺ ഓർ ക്ലോസ്, രണ്ടിലേതെങ്കിലും ഒരു കാര്യം മാത്രമേ ഇത് ചെയ്യുള്ളൂ, ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്. അപ്പോൾ ഈ പ്രീസെറ്റ് വാല്യൂ വെക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ പ്രീസെറ്റ് വാല്യൂ തന്നെയാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈസസോ എന്തെങ്കിലും ഒരു അപ്പാരറ്റസ് നമ്മളിവിടെ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഒരു 2 ആംപിയർ ആണ് ഇതിൻ്റെ പ്രീസെറ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഇറ്റ് വിൽ ബി വർക്ക്
and it will be normally closed. ഓക്കെ, ക്ലോസ് ആയാൽ മാത്രമല്ലേ സർക്യൂട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് ഫ്ലോ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് കണ്ടീഷൻസ് നടക്കുകയാണെങ്കിൽ 2.5 ആംപിയർ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ എന്ത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് ഇറ്റ് വിൽ പ്രൊവൈഡ് എ ട്രിപ്പ് സിഗ്നൽ. ട്രിപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തുള്ള സർക്യൂട്ട് ബ്രേക്കറിനെ കൊണ്ട് നീ ഓപ്പൺ ആകൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സിഗ്നലാണ് നമ്മൾ എന്താ പറയുന്നത് ട്രിപ്പ് സിഗ്നൽ. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഈ ട്രിപ്പ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ക്ലോസ്ഡ് കണ്ടീഷനിലായിട്ടുള്ളതിനെ ഓപ്പൺ ആക്കും, നമുക്ക് അതിന് ശേഷമുള്ള സർക്യൂട്ട് സേവ് ആവും. അതാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് പവർ സിസ്റ്റം ഇറ്റ് ഈസ് ഓഫൻ ഡിസൈറബിൾ ടു നെസറി ഓഫ് വേരിയസ് സർക്യൂട്ട് ട്രാൻസ്മിഷൻ ലൈൻ ജനറേറ്റിംഗ് പ്ലാൻ ഫോർ വർക്കിംഗ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. അതാണ് നമ്മൾ പറയുന്നത് ജനറേഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലോഡ് വരെ നമുക്ക് കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വ്യത്യസ്ത തരം ഫ്യൂസുകൾ വെച്ചിട്ടൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫ്യൂസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഫ്യൂസ് എന്ന് വിചാരിക്കാം. ഒരു പ്രാവശ്യം നമുക്ക് അതിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് കാരണം ആ ഫ്യൂസ് വയർ ബേൺ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്യൂസിനെ നമ്മൾ റീവയർ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ റീവയർ ചെയ്ത് ഉപയോഗിക്കുന്നത് വരെ നമുക്കത് മാനുവലി മെക്കാനിക്കലി നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മറികടന്നിട്ടാണ് നമ്മൾ MCB കൊണ്ടുവന്ന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവും. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഭവം ഉണ്ടാവും, ഒരു സ്വിച്ച് ഉണ്ടാവും, ഓൺ ഓഫ് കണ്ടീഷൻസ് ഉണ്ടാവും. അബ്നോർമൽ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും, ആ സർക്യൂട്ട് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഫോൾട്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച ശേഷം വീണ്ടും ആ MCB മേലേക്ക് ആക്കി വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ വർക്ക് ആസ് നോർമൽ. പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് cannot successfully interrupt a heavy fault current that can result in fault in the modern high voltage large capacity circuit. ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു 16 amps ആണെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 16 amps ഫ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു 63 amps ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്യൂസുകൾ ഉപയോഗിക്കാം. പക്ഷെ കുറച്ചും കൂടെ വലിയ സ്കെയിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഫാക്ടറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻലി നമുക്ക് ഫ്യൂസ് ഒന്നും ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സർക്യൂട്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുള്ള രീതിക്ക് വന്നപ്പോഴായിരുന്നു നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, നമ്മൾ വേരിയസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് കണ്ടുപിടിച്ച് തുടങ്ങിയത്. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം ഉള്ള ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ എവിടെയോ ആയിക്കോട്ടെ, എന്ത് ഡിവൈസ് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഇന്നും ഔട്ടും, ഓക്കെ, ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്കൊരു നിശ്ചിത സിഗ്നൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റ് ഫോർ വെരി ഹൈ വോൾട്ടേജ് ആൻഡ് ക്യാരി ലാർജ് കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു 11 kV സബ്സ്റ്റേഷൻ വേണമെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു സർക്യൂട്ട് ബ്രേക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ ടൈമിൽ നമുക്ക് അവിടെ ഒരു ഫ്യൂസ് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിന് അത്രത്തോളം വോൾട്ടേജ് വിക്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല, അത്രയും കറണ്ട് പോകുന്ന കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ മറികടന്നിട്ടാണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ ലാർജ് ക്വാണ്ടിറ്റിയിൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ? ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തുടങ്ങുന്നത്, വാട്ട് ഈസ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ circuit breaker is a piece of equipment which can be make or break a circuit either by manually or by remote control under normal conditions. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ പീസ് ഓഫ് എക്യുപ്മെന്റ് ആണെന്ന് എല്ലാം അറിയാം. മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ടിന് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന സാധനത്തിനെ ക്ലോസ് ചെയ്യാനും ക്ലോസ് ആയിരിക്കുന്ന സാധനത്തിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എയ്തർ മാനുവൽ നമ്മളായിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രിപ്പ് സിഗ്നൽ കാരണം കൊണ്ട് കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് എ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കലി അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഫോൾട്ട് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നത്, ഒരു ബസ് ബാർ ഉണ്ട്. ഓക്കെ, സി ബി എന്ന് പറയുന്നതാണ് സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, സി ടി. ഇത് എഫ് എന്ന് പറയുന്ന ഫോൾട്ട് കണ്ടീഷൻ ആണ്. ഇവിടെ ഒരു റിലേ കോയിൽ ഉണ്ട്. ഇതൊരു സ്വിച്ച് ആണ്. ഓക്കെ, ഈ കാണുന്നത് ഒരു സ്വിച്ച് ആണ്. ഇത് അതിൻ്റെ ഒരു ഡി സി സപ്ലൈ ആണ്. ഇതാണ് നമ്മൾ ട്രിപ്പ് കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എല്ലാ സർക്യൂട്ട് ബ്രേക്കറിലും ബേസിക് ആയിട്ട് നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഇതൊരു കാര്യം വളരെ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബസ് ബാർ എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ലാർജ് വോൾട്ടത്തിൽ അല്ലെങ്കിൽ വോൾട്ടേജ് ലാർജ് വോൾട്ടത്തിൽ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടക്ടറിനെയാണ് നമ്മൾ ബസ് ബാർ എന്ന് പറയുന്നത്. ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഡി സി സപ്ലൈ. ഓക്കെ, ഡി സി സപ്ലൈ ഉണ്ടെങ്കിലേ ഈ ട്രിപ്പ് സിഗ്നൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ സബ്സ്റ്റേഷനൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് ഓഫ് സബ്സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് അവിടുത്തെ ബാറ്ററി ബാങ്ക് ആയിരിക്കും. നിങ്ങളവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ബാറ്ററി ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ബാറ്ററി ബാങ്കാണ് നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള സർക്യൂട്ട്സിനെല്ലാം ട്രിപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നത്, ഹാർട്ട് ഓഫ് ദി സബ്സ്റ്റേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം എന്തൊക്കെ പാർട്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ സി ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, സി ടി, കറണ്ട് ട്രാൻസ്ഫോമർ. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റെപ്പ് ഡൗൺ ദി കറണ്ട് വാല്യൂ. അതായത് ഇപ്പോൾ ഒരു അമ്മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അമ്മീറ്ററിന്റെ വാല്യൂ ഇപ്പോൾ 5 ആംപിയർ അതിനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ 5 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസുലേഷൻ അതിൻ്റെ പ്രൈസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇതേ നമുക്ക് അതേ സർക്യൂട്ടിൽ ഇതിനൊരു 50 ആംസ് മെഷർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. സോ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമറാണ് കറണ്ട് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇൻസ്ട്രുമെൻ്റൽ ട്രാൻസ്ഫോമറിൽ പെട്ട രണ്ടെണ്ണമാണ് നമുക്ക് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കറണ്ട് ട്രാൻസ്ഫോമറും. അതിൽ ഒരു ടൈപ്പാണ് നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഈ കറണ്ട് ട്രാൻസ്ഫോമർ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി സൈഡ് ഇഫ് യു ഗെറ്റ് 50 ആംസ് ഇറ്റ് വിൽ ഗിവ് ഇൻ ദ സെക്കൻഡറി സൈഡ് 5 ആംസ്. അപ്പോൾ നമുക്ക് 5 ആംപിയറിൻ്റെ അമ്മീറ്റർ ഉപയോഗിച്ച് തന്നെ 50 ആംസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമറിൽ 50 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള 5 ആയിരിക്കും അമ്മീറ്ററിലേക്ക് വരിക. ഇവിടെ 25 ആണെന്നുണ്ടെങ്കിൽ 2.5 ആംസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മീറ്ററിൽ 2.5 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ദ സർക്യൂട്ട് ഹാവ് 25 ആംസ്. അപ്പോൾ ഇതാണ് നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമർ എന്നിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നോക്കാം. സോ ഹൗ ഇറ്റ്സ് വർക്ക്, ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കറണ്ട് ട്രാൻസ്ഫോമർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കറാണ് ആക്ച്വലി മെക്കാനിക്കലി നമുക്ക് ഇവിടുത്തെ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇത് ക്ലോസ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള സപ്ലൈ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് അണ്ടർ ദ ഫോൾട്ട് കണ്ടീഷൻ ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ സേവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആക്ച്വലി നോർമലായിട്ട് ഈ കറണ്ട് ട്രാൻസ്ഫോമറിന് മെഷർ ചെയ്തിട്ട് ഒരു റിലേ കോയിൽ വഴി ഒരു നോർമലായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ പാത്ത് എന്ന് വിചാരിക്കുക. കറണ്ട് ട്രാൻസ്ഫോമർ വഴി റിലേ കോയിലേക്ക് നമുക്കൊരു വാല്യൂ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അസ്യൂം ഇറ്റ് ഈസ് ആസ് 1 ആംസ്. അപ്പോൾ ഈ 1 ആംസ് കാരണം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന കോയിൽ എനർജൈസ് ആവില്ല. ഓക്കെ, എനർജൈസ് ആവുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഇതിലൂടെ ഒരു വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ ഇത് എനർജൈസ് ആവുന്നു. സോ 1 ആംസ് എന്ന് പറയുന്നത് ഇത് എനർജൈസ് ആവില്ല. പക്ഷേ ഇഫ് ഇറ്റ് പാസ് ദ പ്രീസെറ്റ് വാല്യൂ ഓഫ് 1.5 ആംസ്, പ്രീസെറ്റ് വാല്യൂ ആയ 1 ആംസിനെ പാസ് ചെയ്ത് 1.5 ഒക്കെ ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദിസ് റിലേ കോയിൽ ഗെറ്റ് എനർജൈസ്ഡ്. ഈ എനർജൈസ് ആയിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലകത്തുള്ള മെക്കാനിക്കലി കണക്റ്റഡ് സോളിനോയിഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അയൺ ആം ഇപ്പോൾ ഓപ്പൺ കണ്ടീഷനിൽ നിന്നും ഇത് ക്ലോസ് ആവും. സോ യുവർ
സർക്യൂട്ട് വിൽ ബി ക്ലോസ്ഡ്. ഈ സാധനം ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വിൽ ബി ക്ലോസ്ഡ്. ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ ഡ്യൂ ടു എഫക്റ്റ് ഓഫ് ദിസ് ഡി സി സപ്ലൈ ദിസ് സർക്യൂട്ട് വിൽ ബി ക്ലോസ്ഡ്. ഓക്കെ, ഈ സർക്യൂട്ട് ക്ലോസ് ആവും, ഡി സി സപ്ലൈ വരുന്നു, ഈ ട്രിപ്പ് കോയിലിൽ കൂടെ കയറുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. സോ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദിസ് ട്രിപ്പ് കോയിൽ വിൽ എനർജൈസ്. ഓക്കെ, ഇത് റിലേ കോയിലാണ് ഇവിടുത്തെ, ഇത് ട്രിപ്പ് കോയിലാണ്. ഈ ട്രിപ്പ് കോയിൽ എനർജൈസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ സാധനത്തിന് ക്ലോസ്ഡ് ആയിരിക്കുന്ന സാധനത്തിന് ഓപ്പൺ ആക്കും. ഓക്കെ, നേരത്തെ ക്ലോസ്ഡ് ആണെങ്കിൽ അതിനെ ഓപ്പൺ ആക്കും. ആരാണ് ഇവിടെ ഓപ്പൺ ആക്കുന്നത്? സർക്യൂട്ട് ബ്രേക്കർ. ഓപ്പൺ അറിയുന്നത് ആരാണ്? ട്രിപ്പ് കോയിൽ. ഓക്കെ, അപ്പോൾ ഫാൾട്ട് നടക്കുമ്പോഴാണ് നമുക്ക് പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്നും 1.5ലേക്ക് പോയേ. അപ്പോൾ റിലേ കോയിൽ എനർജൈസ് ആയി. റിലേ കോയിൽ എനർജൈസ് ആയതുകൊണ്ട് ഇവിടുത്തെ ട്രിപ്പ് സർക്യൂട്ട് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ ട്രിപ്പ് സർക്യൂട്ട് എന്താവും? എനർജൈസ് ആവും. ട്രിപ്പ് സർക്യൂട്ട് എപ്പോഴാണ് എനർജൈസ് ആവുന്നത്? ഇവിടുത്തെ ട്രിപ്പ് സർക്യൂട്ട് എപ്പോഴാണോ എനർജൈസ് ആവുന്നത്? ട്രിപ്പ് സർക്യൂട്ട് എനർജൈസ് ആവാൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ടി സി സപ്ലൈ ആണ്. അപ്പോൾ നേരത്തെ ക്ലോസ്ഡ് ആയിരിക്കുന്ന സംഭവത്തിൽ നിന്നും അത് എന്തായിട്ട് മാറും? ഓപ്പൺ ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടുത്തെ സർക്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൾട്ട് സംഭവിച്ചത് കാരണം കൊണ്ട് ബസ് ബാറിന് ശേഷമുള്ള ഡിവൈസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. ഇതാണ് ആക്ച്വലി ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ്. ഇവിടെയാണ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, നന്നായി ശ്രദ്ധിച്ചേക്കണം, ഇവിടെയാണ് സർക്യൂട്ട് ബ്രേക്കർ. ആ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടുകളാണ് ഈ ട്രിപ്പ് കോയിൽ, റിലേ കോയിൽ, ഈ ഡി സി സപ്ലൈ, കറണ്ട് ട്രാൻസ്ഫോമർ. ഇവിടെ കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സി ടി. ഇതിപ്പോൾ അവിടെ വോൾട്ടേജ് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അപ്പോൾ മെഷർ ചെയ്യാല അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഈ കറണ്ട് ട്രാൻസ്ഫോമർ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിക്വയർമെൻറ്റ് ഓഫ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇനി റിക്വയർമെൻറ്റ് ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ, എന്തൊക്കെയാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നോക്കാം. കംപ്ലീറ്റ്ലി റിലയബിൾ ആയിരിക്കണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫാൾട്ട് ആവേണ്ട സമയത്ത് ഫാൾട്ട് ആവണം, അല്ലേ? അല്ലാതെ ഫാൾട്ടായ സമയം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അബ്സല്യൂട്ട്ലി സെർട്ടൈൻ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഇപ്പോൾ എ ബി സി, എ പാർട്ട്, ബി പാർട്ട്. അപ്പോൾ എയിലാണ് ഫാൾട്ട് നടന്നതുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിന് ബിനെ ട്രിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് എവിടെയാണ് വേണ്ടത് അത് ആ സർക്യൂട്ടിനെ തന്നെ ട്രിപ്പ് ചെയ്യണം. ക്വിക്ക് ഓപ്പറേഷൻസ്, അതായത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 0.1 സെക്കൻഡിലാണ് ഫാൾട്ട് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രിപ്ഡ് ഇൻ 0.1 സെക്കൻഡ് ഇറ്റ്സെൽഫ്. അല്ലാണ്ട് 0.1 സെക്കൻഡിൽ നടന്നു 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം അത് ട്രിപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കനോട്ട് ബി യൂസ്ഡ്. പ്രൊവിഷൻ ഫോർ മാനുവൽ കൺട്രോൾ. ഓക്കെ, ബോത്ത് മാനുവൽ ആൻഡ് റിമോട്ട് കൺട്രോൾ നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പ്രൊവിഷൻ ഫോർ ഇൻസ്ട്രുമെൻറ്റ്സ്, നമുക്ക് ഏതൊക്കെ സംഭവങ്ങളാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വേറെ 2-3 കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കോസ്റ്റ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആർക്ക് ക്വഞ്ചിങ് ഫിനോമിന. ഓക്കെ, ആർക്ക് ക്വഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. ഓക്കെ, ഇതൊരു സ്വിച്ചാണ്, ഇതിവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ഈ സ്വിച്ച് ഇങ്ങനെ ക്ലോസ്ഡ് കണ്ടീഷനിൽ ഇങ്ങനെയാണ് സപ്ലൈ പൊയ്ക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിൽ ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ 11 kV ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ കണ്ടക്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ആവുമ്പോൾ ഓക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ സ്പാർക്ക് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഡാമേജ് ദാറ്റ് ഡിവൈസ്. അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഈ ഡിവൈസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഡ്യൂ ടു ദി എഫക്റ്റ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട്. അങ്ങനെ വരുന്ന സ്പാർക്കിനെ ആ ഡിവൈസിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഇതിനാണ് നമ്മൾ ആർക്ക് ക്വഞ്ചിങ് ഫിനോമിന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിലബസിൽ പഠിക്കാനുണ്ട്, ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്.
തൽക്കാലം ഇന്ന് ഇത്രയും മതി. ഈ ഒരു സെഷനിൽ ഇതോടുകൂടെ നിർത്താം. താങ്ക് യു.